വിശേഷമാണ് കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അങ്ങനെ ഇന്നത്തെയും പോലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഫ്രഷായി നമസ്കരിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു 5:30 ആയപ്പോഴുള്ള അവസ്ഥയാണ് കേട്ടോ. ഇവിടെ ഒരു 5:10 ആകുമ്പോഴാണ് സൺറൈസ്. രാവിലെ തന്നെ ഈ ഒരു വിൻഡോ തുറക്കുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീലാണ് കേട്ടോ. നല്ലൊരു പോസിറ്റിവിറ്റി കിട്ടും. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് വായി നോക്കിക്കൊണ്ടിരുന്നതിന് ശേഷം നേരെ കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്യാരറ്റും സവോളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടി അരിഞ്ഞൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ കടുക് വറുത്തതിന് ശേഷം നമ്മുടെ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം അതിലേക്ക് ഞാൻ നിലക്കടല ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ച നിലക്കടല ഹീസുട്ടിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെയൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ നമുക്കും കഴിക്കണമല്ലോ, നമുക്കും കുറച്ച് ഹെൽത്തി ആയിട്ടൊക്കെ ഉള്ള ഫുഡുകൾ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നേ. നമ്മൾ പണ്ട് നേഴ്സറിയിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു ഐറ്റം സൂചി ഗോതമ്പിൽ ഉണ്ടാക്കിയിട്ട് കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് തരുമായിരുന്നേ. അതും ഉപ്പുമാവ് തന്നെയാണ്, പക്ഷേ വേറൊരു ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് നിലക്കടല ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴേക്കും നമുക്ക് റവ ചേർത്ത് കൊടുക്കാം. റോസ്റ്റ് ആയിട്ടുള്ള റവയാണ് എങ്കിൽ പോലും ഒന്നുകൂടി ഒന്ന് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ലാസ്റ്റാണ് ഞാൻ തേങ്ങ ഇടാറുള്ളത് കേട്ടോ. പക്ഷേ എനിക്ക് ഈ ഇടയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് കേട്ടോ. നമ്മളിങ്ങനെ പുട്ടിലോ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുക്കാകാത്ത തേങ്ങാപ്പീര കഴിക്കുന്ന സമയത്ത് നമുക്ക് നെഞ്ചിരിപ്പ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കുക്ക് ചെയ്തിട്ട് മാക്സിമം ഇടുന്നതാണ് നല്ലത്. നമ്മുടെ പുട്ടിലൊക്കെ ഇടുന്ന സമയത്ത് പകുതി വേവുന്ന സമയത്താണ് ചിലർക്ക് പുട്ട് കഴിക്കുന്ന സമയത്തൊക്കെ നെഞ്ചെരിച്ചിൽ വരുന്നത് കേട്ടോ. അതിനുശേഷം കുറച്ച് തേങ്ങ കൂടി ഇട്ടതിന് ശേഷം അതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് വേവിക്കുക കേട്ടോ. കുറച്ച് നേരം മൂടി വെച്ചിട്ട് നന്നായിട്ട് ആവിയൊക്കെ കയറി ആ ഒരു വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നല്ല തുരുതുരായിട്ട് ഇതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് കിട്ടും കേട്ടോ. ഇത് വേറെ ഒന്നും വേണ്ട, നമുക്ക് പഴമോ പപ്പടമോ ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ നിലക്കടലേക്ക് ഇടുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ക്യാരറ്റൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ഹെൽത്തിയാണ്. അപ്പോൾ അതും ചായ ആയിട്ട് ഞാൻ ഇക്കാക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഹേസൂട്ട് അതിൻ്റെ ഇടയിൽ തന്നെ എഴുന്നേറ്റിട്ട് നല്ല കരച്ചിലായിരുന്നു. ഇക്ക പിന്നെ ഡ്രസ്സൊക്കെ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്തുനിന്ന് കരച്ചിലൊക്കെ മാറ്റി കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നമില്ലായിരുന്നു. എങ്കിലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ആളെന്തായാലും എണീറ്റിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഹേസൂട്ടിന് ഒട്ടും തന്നെ ഓക്കെ ആവില്ല. കാരണം ഇക്ക പോകാറാവുന്നത് കൊണ്ട് മാക്സിമം ഇക്കയുടെ കയ്യിൽ തന്നെ ആയിരിക്കുമേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച സമയത്ത് ഞാൻ എടുക്കാനായിട്ട് നിന്നാറൊക്കെ ഇതേപോലെയായിരുന്നു. എന്നെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലാതെ മൈൻഡ് പോലും ആക്കാതെ ഇക്കായെ കെട്ടിപ്പിടിച്ചിരിക്കുകയായിരുന്നേ. അങ്ങനെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് ലേറ്റ് ആയിരുന്നു, കാരണം ഒരു വിധത്തിലും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ലേ. ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇറങ്ങാൻ ടൈം ആയല്ലോ എന്ന് എഴുതിയിട്ട് കുറച്ച് കരഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഥകൊക്കെ തുറന്നിട്ട് പുറത്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ആയി. എങ്കിലും ഇപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ലിഫ്റ്റ് വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അതുകൊണ്ട് ഇപ്പോൾ സ്റ്റെപ്പ് വഴിയാണ് പോകുന്നത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ എടുത്തുകൊണ്ട് നിന്ന് അവിടേക്ക് നിന്ന് കറങ്ങി വീണ്ടും ലേറ്റ് ആവുമെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. പിന്നീട് ഞാൻ കയറി അകത്ത് വന്നതൊക്കെ വീണ്ടും കരച്ചിലും കാര്യങ്ങളും ആയിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ TV ഒക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കരച്ചിൽ നിർത്താണ്ടായപ്പോൾ ഇക്കായെ വിളിച്ചിട്ടാണ് ഒന്ന് സെറ്റായത്. വിളിച്ച് സംസാരിച്ചപ്പോൾ ആൾ ഓക്കെ ആയി. അതുവരെ ഭയങ്കര കരച്ചിലായിരുന്നു. ഇപ്പോൾ പോയതിന് ശേഷം കരച്ചിൽ നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും പോയി കഴിഞ്ഞിട്ട് ഓഫീസിൽ എത്തുമ്പോൾ ഒന്ന് വിളിക്കുവേ. അപ്പോൾ അങ്ങനെ വിളിക്കുന്ന സമയത്ത് കരച്ചിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അങ്ങനെയൊക്കെ സംസാരിക്കുന്ന സമയത്ത് കരച്ചിലൊക്കെ മാറിയിട്ട് ഒന്ന് ഹാപ്പി ആവുക. അപ്പോൾ ഇന്നും അതുപോലെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു വലിയൊരു കരച്ചിലിനൊക്കെ ശേഷം ഒന്ന് ഓക്കെ ആയി വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. കാരണം ചൂടോടെ കഴിച്ചാലേ ടേസ്റ്റിൽ പിന്നീട് അങ്ങ് ഹാർഡായി പോകും. അതുകൊണ്ട് ഞാൻ ഹേസൂട്ടിനും കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവ് എടുത്തുകൊണ്ട് വന്ന സമയത്ത് തന്നെ ഭയങ്കര കൗതുകത്തോടെയൊക്കെ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു. പക്ഷേ 1-2 പ്രാവശ്യം അല്ലാണ്ട് പിന്നീട് ഒരിക്കൽ കൂടെ വായിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു കഴിച്ചതിന് ശേഷം ഒരു പഴം കൊടുക്കാമെന്ന്. അങ്ങനെ ഇതിനിടയിൽ തന്നെ കിടന്ന് അലക്കുകയാണ്. ഞാനൊരു 12 മണിയായപ്പോഴാണ് വോയിസ് ഓവർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ആൾ കറക്റ്റ് എഴുന്നേറ്റിട്ട് എൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചാലും എൻ്റെ കൂടെ തന്നെ എഴുന്നേക്കും. ഞാൻ എപ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കൂടെ എഴുന്നേക്കും.
അപ്പോൾ വല്ലാത്ത കഷ്ടമാണ് ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെ ഒരു പഴം എങ്ങനെയെങ്കിലുമൊക്കെ പകുതിയെങ്കിലും കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത് തന്നെ ഒരു 2 മണിക്കൂർ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലെയറായിട്ട് ഫേസിൽ ഇതേപോലെ പഴം ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആപ്പിൾ എടുത്ത് കൊടുക്കാമെന്ന്. ഫ്രിഡ്ജ് തുറന്നിട്ട് ആപ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് കാണിച്ചുകൊണ്ട് നിന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആപ്പിളെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു ആപ്പിൾ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചില ദിവസങ്ങളിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭൂലോകം കേൾക്കുന്ന രീതിയിൽ കിടന്ന് കരച്ചിലൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഫുള്ള് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഴുകിയിട്ട് ഫുള്ള് കൊടുത്തേ. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. പിന്നെ പല്ല് വന്നത് കൊണ്ട് ഞാൻ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊടുക്കുകയെ. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് കടിച്ചിട്ടുണ്ടായിരുന്നു. അതും കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വായിൽ വെച്ചിട്ടുണ്ടായിരുന്നു 1-2 കടി. അത് പല്ല് പോലും താന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അമ്മാതിരി 2 കരണ്ടിൽ ഇരണ്ടിയിട്ട് വീണ്ടും എൻ്റെ വായിൽ തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോന്ന് മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം കരയിപ്പിച്ച് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം പിന്നെ അന്നത്തെ ദിവസം ഒന്നും കഴിക്കാത്തത് കൊണ്ട് ഞാൻ കഴിക്കുന്ന ഐറ്റംസ് എന്തെങ്കിലും ഇഷ്ടമുള്ളതുണ്ടോ എന്ന് കരുതിയിട്ട് കറങ്ങി വീണ്ടും ഫ്രിഡ്ജിൽ വന്നിട്ട് ഒരു തണ്ണിമത്തൻ എടുത്തിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്ത് പ്ലേറ്റിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഭാഗ്യത്തിന് തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് അത് കുറച്ച് അങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം ഇരുന്ന് കളിക്കട്ടെന്ന് വിചാരിച്ചു. കളിക്കാനായിട്ട് പായൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരമൊക്കെ ഇരുന്ന് പായലൊക്കെ ഇരുന്ന് കളിച്ചതിന് ശേഷം അവിടേക്ക് ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ച സമയത്ത് അതേ കുറച്ച് നേരം കൊണ്ട് കിച്ചണിൽ പോയി ഷെൽഫിലിരുന്ന 2 ഡപ്പ എടുത്തുകൊണ്ട് വന്ന് അത് തുറന്നിട്ട് അതിനകത്തുണ്ടായിരുന്ന എള്ളും കാര്യങ്ങളും ഒക്കെ സെറ്റിൽ ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല പണിയായിരുന്നേ. വേറെ എന്ത് സഹിക്കാം. എള്ളോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറക്കിയെടുക്കാൻ തന്നെ നല്ല പാടായിരിക്കും. അപ്പോൾ കുറച്ച് നേരത്തേക്കുള്ള ജോലി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നല്ല ആശ്വാസമായിരുന്നു. അത് പറക്കി ഒതുക്കി കുറച്ച് വാരിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയിട്ടുണ്ടായിരുന്നു. കാരണം അമ്മാതിരി സെറ്റിയുടെ ഇടയിലൊക്കെ എടുത്ത് വാരി എറിഞ്ഞിട്ട് അങ്ങനെയായിരുന്നു കോലം കിടന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് അതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 9-9:30 ആവുന്ന സമയത്ത് തന്നെ ആൾ ഉറങ്ങുവേ. പിന്നെ വിചാരിച്ചൊന്ന് കുളിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഉറക്കാമെന്ന്. അപ്പോൾ കുളിപ്പിച്ചിട്ട് ഉറക്കുന്ന സമയത്ത് നന്നായിട്ട് കിടന്ന് ഉറങ്ങുവേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുള്ള ആ ഒരു ചടവും കാര്യങ്ങളും മാറും. അതേപോലെ നിർബന്ധവും വാശിയൊക്കെ മാറിയിട്ട് ഇനി എഴുന്നേൽക്കുന്ന സമയത്ത് കുറച്ചുകൂടി നല്ല കുട്ടിയായിട്ട് എഴുന്നേൽക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഇന്നും ഭയങ്കര കരച്ചിലായിരുന്നു. കുളിപ്പിച്ച സമയത്ത് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് കരയും. ഇന്ന് സോപ്പ് പെട്ടിയുടെ അടപ്പിന് വേണ്ടിയിട്ടായിരുന്നു കരച്ചിൽ. എന്നും കപ്പിനോ എന്തെങ്കിലും വേണ്ടി സോപ്പിന് വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ സോപ്പ് കഴിക്കാൻ വേണ്ടിയിട്ട് കരയും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യവും കണ്ടുപിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരുന്നോളും. ചില ദിവസങ്ങളിൽ നല്ല കുട്ടിയായിട്ട് നിന്ന് ഒരു കുഴപ്പമില്ലാണ്ട് കുളിക്കുകയെ. ഇപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. കഴിക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും ഉറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാം കരച്ചിലാണ്. ഡ്രസ്സ് ഇട്ട് കൊടുത്ത ആ ഒരു സമയത്ത് പോലും കുറച്ച് നേരം ആ സോപ്പ് പെട്ടിയുടെ അടപ്പൊന്ന് വാങ്ങിച്ച സമയത്ത് ഈ ലോകം കേൾക്കുന്ന രീതിയിൽ കിടന്ന് കരച്ചിലായിരുന്നേ. അങ്ങനെ ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് കയ്യിൽ കൊടുത്തിട്ടാണ് ഉറക്കിയിട്ടുണ്ടായിരുന്നത്. ഉറങ്ങിയതിന് ശേഷവും അത് വാങ്ങിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ആ മുറുക്കെ പിടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ പതുക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പല രീതിയിലുള്ള കുറുമ്പുകൾ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഉറങ്ങുന്ന സമയം കൊണ്ട് കുറേ പണികൾ തീർക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ വേണം എനിക്ക് ഇനി എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിലും ടൈം കിട്ടുന്ന സമയത്താണ് എഡിറ്റ് ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ ഇന്ന് ലഞ്ചിനൊന്നും ഉണ്ടാക്കണ്ട കേട്ടോ. അതിനകത്ത് ചോറ് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ വറുത്തരച്ചിട്ടുള്ള മീൻകറി ഉണ്ടായിരുന്നു, മീൻ ഫ്രൈ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് മീൻകറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുളകരച്ച് വെക്കുകയോ അല്ലെങ്കിൽ വറുത്തരച്ചൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ദിവസം എടുക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്നേ ഇല്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ ചോറൊക്കെ ചൂടാക്കി നേരത്തെ മീൻകറിയൊക്കെ തിളപ്പിച്ചെടുത്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഹേസുട്ട എഴുന്നേൽക്കുന്ന സമയത്ത് പിന്നീട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹേസുട്ട എഴുന്നേറ്റപ്പോൾ ഹേസുട്ടന് ചോറും കൊടുത്ത് ഞാനും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് മൂവിയൊക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് ദേഹം ഫുള്ളാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിക്കിയതിന് ശേഷം ഹേസുട്ടന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തു. അതിനുശേഷം ഞാൻ കിച്ചണിലേക്ക് വന്ന് ഇന്നലെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുന്തിരി ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എപ്പോഴും ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് തന്നെ മഞ്ഞളൊക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ഇട്ടിട്ട് അല്ലെങ്കിൽ വെജ് വാഷിലൊക്കെ ഇട്ടിട്ട് കുറച്ച് പിന്നീട് കഴുകി ഞാൻ ഫ്രിഡ്ജിൽ വെക്കുക. പക്ഷേ ഇന്നലെ അതിനുള്ള ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് അതെടുത്ത് കഴുകിയിട്ട് വൃത്തിയാക്കി വെക്കുന്നത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഹേസുട്ടൻ ഫ്രിഡ്ജൊക്കെ തുറന്നിട്ട് ചിലപ്പോൾ ഒന്നും കഴിക്കാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുവേ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയ സമയത്ത് നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹേസുട്ടൻ എഴുതുന്ന സമയത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒക്കെ. കാരണം അപ്പുറത്തെ റൂമിൽ പോകാനുണ്ടായിരുന്നേ. നമുക്ക് കുറച്ച് ഐറ്റംസൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. വീട്ടിൽ നിന്ന് ഉമ്മച്ചി കൊടുത്തു വിട്ടിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പുറത്ത് പോയിട്ടുണ്ടായിരുന്നു.
അങ്ങനെ അവിടെ പോയിട്ടൊക്കെയാണ് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് കുറച്ചും കൂടെ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നലെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ മീനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇന്നാണ് മീനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, അതേപോലെ വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ഗ്രോസറി ഐറ്റംസും വെജിറ്റബിൾസും കൂടെയൊക്കെ വാങ്ങിച്ചതിന് ശേഷം അപ്പുറത്ത് പോയിട്ട് നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടെ കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഉമ്മച്ചി അച്ചാറും ചക്കവറ്റലും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരിപ്പുറക്കില്ല എന്ന് പറഞ്ഞ പോലെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞ് കൊതിപ്പിക്കുന്ന ഐറ്റംസ് ആയിരുന്നു. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നേ. പുളിഞ്ചിക്ക അച്ചാറും മാങ്ങ അച്ചാറും ചക്കവറ്റലും ഇതൊക്കെ ഇങ്ങനെ ചക്ക സീസൺ ആയപ്പോഴേ എന്നിട്ട് കൊതിപ്പിക്കുകയായിരുന്നേ. ഇങ്ങനെ ചക്കവറ്റലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് നാട്ടിലെല്ലാവരും വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നേ. അവരൊക്കെ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മളിങ്ങനെ കാത്തിരിക്കും കേട്ടോ. അങ്ങനെ ചക്കവറ്റലൊക്കെ കണ്ട സമയത്ത് ഈസിട്ട് ഓടി വന്നിട്ടുണ്ടായിരുന്നേ. അവന് കടുമുടുത്ത ഐറ്റംസൊക്കെയാണ് ഭയങ്കര ഇഷ്ടം. അച്ചപ്പം, അതേപോലെ മുറുക്ക്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചക്കവറ്റൽ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ ഓടി വന്ന്, പിന്നെ ഞാനും ഇക്കായും കൂടെ കഴിക്കുന്നതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഓടി വന്ന് കുറേയൊക്കെ വാരി കഴിച്ചിട്ടുണ്ടായിരുന്നേ. അതിനുശേഷം ഇക്ക പറഞ്ഞു ഇന്നൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് ബ്രോസ്റ്റഡ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ബ്രോസ്റ്റഡ് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ഇക്കായും ഹേസുട്ടനും കൂടി ബ്രോസ്റ്റഡൊക്കെ വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ എനിക്കൊന്ന് റെസ്റ്റ് എടുക്കാനുള്ള ടൈമും കിട്ടും. എപ്പോഴും ഇങ്ങനെ കിച്ചണിൽ കിടക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തുനിന്ന് വാങ്ങിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ചില ദിവസം ഫ്രൈഡേ ആയിരിക്കും ഭയങ്കര മടി കേട്ടോ. എല്ലാ ദിവസവും പ്രൊഡക്റ്റീവായിട്ട് ഇരുന്നിട്ട് ചില ദിവസങ്ങളിൽ ഇക്കാക്ക് ലീവുള്ള ദിവസം ഭയങ്കര മടിയും കാര്യങ്ങളായിരിക്കും. മടിയെന്നുള്ളതല്ല, തലേ ദിവസം ഹേസുട്ടൻ ഉറങ്ങാതിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം നല്ല ഉറക്കം വരും. അങ്ങനെ ആകെ ആങ്ങി തൂങ്ങിയിരിക്കുന്ന ഒരു പരുവായിരിക്കും. ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര ടയർഡായിരിക്കും. ചിലപ്പോൾ ഞാൻ വിചാരിക്കും ഈ വെള്ളിയാഴ്ച എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ദിവസം ഹേസുട്ടൻ ഒന്നും ഉറങ്ങാതിരിക്കും. ഭയങ്കര പണി കിട്ടുക എന്ന്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നും പ്ലാൻ ചെയ്യില്ല. പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. അതുകൊണ്ട് എന്തായാലും അപ്പോഴും കണ്ടതുപോലെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളയാലാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ എഴുതിയൊക്കെ വെക്കുമായിരുന്നേ. മൺഡേ ടു സൺഡേ എന്തൊക്കെയാണ് വെക്കേണ്ടതെന്നുള്ള ഫുള്ള് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെക്കുമായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല. കാരണം ഒരു ചോട്ടാ ഭീം ഉള്ളതുകൊണ്ട് എൻ്റെ പണികളൊക്കെ അലങ്കോലമാണ്. ഇതിൽ മാക്സിമം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് നിൽക്കാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒന്ന് ഓഫായി കഴിഞ്ഞാൽ 10 ഞാൻ ചെയ്താലും തീരാത്ത അത്രയും പണികളുണ്ടായിരിക്കേ. അപ്പോൾ ഇക്ക വരുന്ന സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ചായക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ടുള്ള ഐറ്റംസൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഹേസുട്ടന് ഹെൽത്ത് മിക്സ് എടുത്ത സമയത്ത് തീർന്നു ഗൈസ്. ടിന്നിൽ തീർന്നിട്ടുണ്ടായിരുന്നേ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇരിക്കുകയായിരുന്നു. അങ്ങനെ ലാസ്റ്റാണ് ഈ ഒരു പാക്കറ്റ്. അപ്പോൾ അതും പൊട്ടിച്ചു. അതിനുശേഷം റീസ്റ്റോക്ക് ചെയ്ത് വെച്ചു. അതിനുശേഷം ഹേസുട്ടനുള്ള കുറുക്കൊക്കെ കാച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഞാൻ TV ഒന്ന് നോക്കുന്നുണ്ട്. യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് സത്യം പറഞ്ഞാൽ എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥ. സ്വന്തം രാജ്യത്തിൻ്റെ ആ ഒരു അഭിമാന നിമിഷമാണ്. നമ്മൾ തിരിച്ചടിക്കുമെന്നുള്ളതൊക്കെ കേൾക്കാനും തിരിച്ചടിക്കുമെന്ന് പറയുന്നതും ആ ഒരു വീറോടുകൂടി വാശിയോടുകൂടി നമ്മുടെ രാജ്യത്തിൻ്റെ പവർ എത്രത്തോളമാണ് എന്നൊക്കെ കാണിക്കാമെങ്കിലും ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ ഏറ്റെടുത്ത് ഭയങ്കര ആഘോഷമാക്കി ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയുന്ന സമയത്ത് വല്ലാത്തൊരു ഭീതി കൂടി വരുന്നുണ്ടേ. നാട്ടിലേക്ക് അവസ്ഥ ആലോചിച്ചിട്ട് വല്ലാത്തൊരു പേടി കൂടി വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ മാധ്യമങ്ങളൊക്കെ ഇത്രയും ആഘോഷമാക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും നമ്മുടെ രാജ്യത്തിലുള്ളവർക്ക് യാതൊരു ആപത്തും വരരുത് എന്നാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. അങ്ങനെ എന്തായാലും നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഹേസുട്ടനും കുറുക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നേ. ഹേസുട്ടൻ നേരത്തെ തന്നെ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാഹ്. അതുവരേക്കും ബൈ.